ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡൈനോസറിൻ്റെ ഡോളാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് ഗ്രീൻ കളർ നൂലാണ്. ഞാൻ 2 ടൈപ്പ് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ യൂസ് ചെയ്യണ ക്രോഷറ്റിൻ്റെ നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇപ്പം ഒരു ചെറിയ നീഡിലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ അതിൻ്റെ വാൽഭാഗം ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് ഷാർപ്പായിട്ട് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യണ ഐ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ സ്ഥിരം വാങ്ങുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ വൈറ്റ് കളർ യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണിന് ചുറ്റും വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ആവശ്യമില്ല ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് വെച്ചിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഹെഡ് പാർട്ടാണ് ചെയ്യണത്. അതിന് 6 സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ ഈ മാജിക് റിങ്ങിൽ. എന്നിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി 2 സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വിടുത്തായിട്ട് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെയും 1 ഇടവിട്ടിട്ട് 2 റൗണ്ട് ചെയ്യും. അതുപോലെ 4 റൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 3 വിട്ടിട്ട് 2 റൗണ്ട് ചെയ്യുക. അത് ഒരൊറ്റ സിംഗിൾ റൗണ്ട് മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് 6 വിട്ടിട്ട് 2 ചെയ്യാം. അപ്പോൾ ഇതിന് ഏകദേശം നമുക്ക് ആവശ്യമുള്ളൊരു വലിപ്പം എത്തിയിട്ടുണ്ടാവും. സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്തിട്ട് ഒരു 2 റൗണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാ ചെറുതാക്കി വരില്ലേ, അതേപോലെ ചെറുതാക്കിയിട്ട് വരിക. അങ്ങനെ 2 ഒന്നാക്കി മാറ്റിയിട്ട് ചെയ്യുമല്ലോ നമ്മൾ, അതുപോലെ ചെറുതാക്കിയിട്ട് വരിക. ഇതിപ്പോൾ ഇതാ ചെയ്ത് കഴിഞ്ഞ് ഫുള്ളായിട്ടില്ല, പകുതി വരെ എത്തിട്ടോ. ഇവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒന്നുകൂടി ചെറുതാക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ചിൻ്റെ ആ ഒരു എണ്ണം കുറച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പം ഒരു 11 വിട്ടിട്ട് നമ്മളിപ്പോൾ 2 സ്റ്റിച്ചിനെ ഒന്നാക്കിയെന്നുണ്ടെങ്കിൽ അത് 10 ആക്കുക, 9, 8 ആ രീതിയിൽ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. അതായത് നേരെ കുറച്ച് കൊണ്ടുവരുമ്പം അത് നല്ല റൗണ്ടായിട്ട് തന്നെ വരും. നമുക്ക് ഇതേപോലെ തന്നെ വേറെ ഒന്നും കൂടി വേണം കേട്ടോ, സെയിം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് 2 ഇതായിട്ട് ചിത്രം കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരും തമിഴിൽ കണ്ടപ്പോൾ കണ്ടില്ലേ, അതിന് 2 മൗത്ത് പാർട്ട് വരുന്നത്. ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം അവിടെ ബാക്കിയൊക്കെയുണ്ട് ഫുള്ളായിട്ട് തുന്നിയത്. കാരണം നമുക്ക് പഞ്ഞ് അതിൽ ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ഭാഗത്തായിട്ട് ഒരു അടയാളം വെച്ചതാണ്. നമ്മളിത് സ്ക്രൂ ടൈപ്പ് കണ്ണായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് ഒരു ഹോള് പോലെ ഉണ്ടാക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ബാക്കിൽ അതിൻ്റെ ആ ക്യാപ്പ് ഇട്ട് ഫില്ല് ചെയ്യാം. ഇത് കുറച്ച് ടഫ് ഉണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ വൈറ്റ് കൊണ്ട് ഒരു റൗണ്ട് പാർട്ട് ഉണ്ടാക്കിയിട്ട് ഇതിന് ചുറ്ററായിട്ട് വയ്ക്കാം. കുറച്ചുകൂടി വലിയ കണ്ണായിട്ടും കൂടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ടും വെക്കട്ടോ. ഞാൻ ഇപ്പോൾ ഇത് മാത്രമായിട്ട് വയ്ക്കുക ചെയ്യണത്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ ബാക്കിലുള്ള വാഷർ ഉപയോഗിച്ചിട്ട് അതിട്ട് കൊടുക്കാം. വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക് ഒന്ന് ഉരുക്കി ചെയ്യുക കേട്ടോ, ലൈറ്റർ ഉപയോഗിച്ചിട്ട്. ഇതിടയിൽ 2 കണ്ണും വെച്ചിട്ടുള്ളതാണ് അത്. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ സെയിം ഇതേ മെത്തേഡിൽ തന്നെ വേറൊരു ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മൗത്ത് പാർട്ട് വെക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ സെയിം അതേ സ്റ്റിച്ചസ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെന്താ വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് വൈഡായിട്ട് ചെയ്തിട്ടില്ല. ഒരു 5-6 സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ചെറുതാക്കി കൊണ്ടുവന്നത് ഇങ്ങനെ പരത്തി വെച്ചിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അത്ര വെളുത്തുണ്ടാവുന്നുള്ളത്. ഇത്രയും ഭാഗം ഞാൻ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രം ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെറുതാക്കിയതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് ചെറുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിൽ കിട്ടുള്ളൂ നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് പോലെ ആയിട്ട് വരും. ഇത് പെട്ടെന്ന് ചെറുതാകുമ്പോൾ കണ്ടില്ലേ ഇതേപോലെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് തുന്നി കൊടുക്കാം കേട്ടോ വേണ്ടത്.
ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ കൈയും പിന്നെ ലെഗ് പാർട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യണത് കാണിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ റിപ്പീറ്റ് കാണിക്കാഞ്ഞത്. ജസ്റ്റ് സിംഗിൾ ക്രോഷേൻ്റെ വെച്ചിട്ട് ഒരു 6 വെച്ചിട്ടുള്ള ഒരു മാജിക് റിങ് ചെയ്യാം. എന്നിട്ട് അത് സിംഗിൾ ക്രോഷേ മാത്രം ചെയ്ത് റൗണ്ടാക്കി പോകാൻ പെട്ടെന്ന് നമ്മൾ 2 ഒന്നാക്കുന്ന രീതിയിൽ കുറച്ച് കൊണ്ടുവരാം. നമുക്ക് എത്ര വലുപ്പമുള്ള കൈയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു മീഡിയം വലുപ്പം ചെറുതും ഒന്നായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ലെഗ് പാർട്ട് ചെയ്യുന്ന സമയത്തും സെയിം അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. പക്ഷേ നമ്മൾ 2 വെച്ചിട്ട് ഇരട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇതിപ്പോൾ 2 ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരെണ്ണം മാത്രം എടുക്കുക. ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഈ ഉള്ളിലുള്ളത് മാത്രം എടുക്കുക. പുറത്തുള്ള 2 കൂടി ഒരുമിച്ച് എടുക്കാണ്ട് ഉള്ളിലുള്ള മാത്രം എടുത്തിട്ട് ഒരു റൗണ്ട് ഫുള്ളായിട്ട് തുന്നി വരിക. പിന്നെ നമ്മൾ സാധാ തുന്നണ പോലെ തന്നെ സിംഗിൾ ക്രോഷേ മാത്രം തുന്നിയിട്ട് ചെയ്യാം. പിന്നെ ഇതിനെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത്ര ഭാഗം മാത്രം ഫുള്ളായിട്ട് കവർ ചെയ്യാണ്ട് ഇത്ര ഭാഗം മാത്രം നമ്മൾ 2 ഒന്നാക്കുന്ന രീതിയിൽ ചെറുതാക്കി കൊണ്ടുവരാം. ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ, എവിടെ ഇപ്പം നമ്മൾ ചെറുതാക്കിയത് എന്നുള്ളത്. അപ്പോൾ ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എന്തായാലും ചെയ്യാം. അതുകൊണ്ടാണ് പിന്നെ അത് കാണിക്കാത്തത്. ഇത് 2 പിന്നെ നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ബോഡി പാർട്ടിലും സെയിം ഇതേ മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. കാരണം ഒരു ഓവൽ ഷേപ്പായിട്ടൊക്കെ വരാം. സെയിം കളർ നൂല് തന്നെ എടുക്കുക. സെയിം ഇതേ 6 സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് അതും ചെയ്യാം പെട്ടെന്ന്. പക്ഷേ ഇതെന്താ വെച്ചാൽ നമ്മൾ റൗണ്ട് ഷേപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ പരത്തി, ഇതിപ്പോൾ നിങ്ങൾ അമർത്തി വയ്ക്കുന്ന സമയത്ത് റൗണ്ടായിട്ടല്ലേ വരുന്നത്. പക്ഷെ അതേപോലെയല്ല, ഒരു ഓവലായിട്ട് കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ ഒരു നീണ്ടു വരുന്ന ടൈപ്പ്, ഇങ്ങനെ നീണ്ടു വരുന്ന ടൈപ്പായിട്ടാണ് വരിക. നമ്മളിപ്പോൾ കൈയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് കുറച്ചുകൂടി വലുതാക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതേ സെയിം ഇത് തന്നെയാണ് ചെയ്യട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് 2 വിട്ടിട്ട് 2 ചെയ്യാം. 3, 4, 5, 6 എണ്ണം 6 റൗണ്ടിൽ 6 വിട്ടിട്ട് 2 മാത്രം ഞാൻ ചെയ്ത് പോരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാത്രം ചെയ്ത് പോന്നാൽ മതി. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വിടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇതേപോലെ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. എന്നിട്ട് വീണ്ടും അതിനെങ്ങനെ ചെറുതാക്കി കൊണ്ടുവരിക. അതെങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചെറുതാക്കുന്ന സമയത്ത് 2 ഒന്നാക്കൂലേ, അത് ചെറുതാക്കിയിട്ട് നെക്സ്റ്റ് റൗണ്ട് സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. പിന്നത്തെ റൗണ്ട് വീണ്ടും ചെറുതാക്കുന്നത് ചെയ്യാം. പിന്നത്തെ റൗണ്ട് വീണ്ടും 2 റൗണ്ട് സിംഗിൾ ക്രോഷേ മാത്രം ചെയ്ത് വരിക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ചെറുതാവില്ല, അതിങ്ങനെ ചെറുതായിട്ട് മെല്ലെ ചെറുതായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഷേപ്പും കിട്ടും. ഇപ്പോൾ നമുക്കിപ്പോൾ വയറിൻ്റെ ഭാഗം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ഇതിങ്ങനെ അമർത്തി ഇങ്ങോട്ട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഷേപ്പ് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവിടെ ഒരു അറ്റം മാത്രം ഒരു ഭാഗത്ത് 2 ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെങ്ങനെ ഇരട്ടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ പെട്ടെന്ന് ആ ഭാഗം ചെറുതാക്കി കൊടുക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ഒരു പൊന്തി കിടക്കുന്ന രീതിയിലായിട്ട് വരും. പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് വാലിൻ്റെ ഭാഗമാണ്. അത് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ബോഡി പാർട്ടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ 2 വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 സ്റ്റിച്ചോ അല്ലെങ്കിൽ 4 സ്റ്റിച്ചോ ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷേ മാത്രം ചെയ്ത് വരാം. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് ചെറുതായിട്ട് വരുന്ന പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 2 റൗണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് അതിനിങ്ങോട്ട് മറച്ച് വയ്ക്കുക. എന്നിട്ട് 2 വീതം ചെയ്ത് പോവാം. ഒന്നിടവിട്ടിട്ട് 2 ചെയ്യുക, പെട്ടെന്ന് 2 ചെയ്ത് എന്നിട്ട് പിന്നെ അതങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് എത്ര വലുപ്പം ആവശ്യമുള്ള വെച്ചാൽ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് അത്ര വലുപ്പത്തിൽ ചെയ്ത് വരിക വേണ്ടത്.
കുറച്ച് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ആ ബോഡി പാർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് വെച്ച് നോക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത്ര വലിപ്പം വേണ്ടതെന്നുള്ളത് അത് മനസ്സിലാവും. നമുക്ക് ഇത്ര ഒരു എടുത്തിലാണ് കിട്ടേണ്ടത്. ഇതിപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വലുതാക്കി കൊണ്ടുവരും വേണം. നമ്മളിപ്പോൾ ഒരു കോൺ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ കേട്ടോ. സെയിം അത് അത്ര വലിപ്പത്തിൽ ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരാം. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ. ഇനി ഇതിൻ്റെ ഇപ്പോൾ ഒരു വാലിൻ്റെ അറ്റം ചെയ്തില്ലേ, അതേപോലെ തന്നെ നമുക്കൊരു 5-6 ചെറുത് വേണം. അതിൻ്റെ ഒരു മുള്ള് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. സെയിം തന്നെ കേട്ടോ. ചെറിയ നീഡിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് നല്ല ഷാർപ്പിൽ കിട്ടും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വൃത്തി ഉണ്ടാവില്ല അത് കാണാൻ. ഇപ്പോൾ ഇത് ഇതേപോലെയാണ് തുന്നേണ്ടത്. ഇത് വേണ്ടല്ലേ, ഇതിപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കണ്ണിൻ്റെ അവിടെയൊക്കെ വെച്ച് ജസ്റ്റ് ഒരു കറുപ്പ് നൂല് ഉപയോഗിച്ചിട്ട് സാധാ നമ്മൾ അടിക്കുന്ന നൂലൊക്കെ ഉപയോഗിച്ച് തുന്നാൻ പറ്റും അത്. പിന്നെ ഈ ചെറുത് നമ്മളിപ്പോൾ ഉണ്ടാക്കില്ല, ടെയിലിൻ്റെ പോലെ തന്നെ ഉള്ളത്, അത് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നോക്കാം കേട്ടോ. വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും സൂചി അങ്ങനെ ഉപയോഗിച്ചിട്ട് അവിടെ വെക്കുക. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഒന്ന് അവിടെ നിന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പുറത്തെ സൈഡായിട്ട് വരും. അപ്പോൾ ശരിക്കും വെച്ച് നോക്കുക. ഇപ്പം അതിൻ്റെ കണ്ണിൻ്റെ ഇപ്പോൾ കണ്ടില്ലേ, വൈറ്റ് പാർട്ട് വരുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് വരും കേട്ടോ കണ്ണ്, 2 സൈഡും. പിന്നെ ഇപ്പോൾ മൂക്കിൻ്റെ അവിടെ വേണമെന്ന് വെച്ചാൽ നമുക്കൊരു മൗത്ത് പാർട്ടൊക്കെ തുന്നി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.